സിസ്റ്റർ നിവേദിതയുടെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് അവരുടെ ജീവിതം ഭഗിനി നിവേദിത സമർപ്പണവും സാക്ഷാത്കാരവും. അപ്പം നിവേദിത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് നമുക്കെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഭാരതീയ ജീവിതത്തിൻ്റെ ഊടും പാവും എന്നാണ് ഞാൻ കൊടുത്ത ട്രാൻസ്ലേഷൻ. അതിൽ നിവേദിത ചോദിക്കുന്ന ചോദ്യം, അയർലൻഡിൽ നിന്നും വന്ന നിവേദിത, അരബിന്ദോ ഘോഷ്, മഹർഷി അരബിന്ദൻ പറയുന്നു, നിവേദിത ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാല സേനാപതി, ഭാരതാംബയുടെ അനന്യ പൂജാരി. ഇതാരാ പറയുന്നത്? അരബിന്ദനാണ്, മഹർഷി അരബിന്ദനാണ് പറയുന്നത്. ആ നിവേദിതയ്ക്ക് സ്വതന്ത്ര ഭാരതത്തിൽ എത്ര സ്ഥാനം കിട്ടിയിട്ടുണ്ട്? അതായത് അയർലൻഡിൽ ജനിച്ച ഒരു ലില്ലിപ്പൂവ് മദർ മേരിയെ ആരാധ്യയായി കണ്ട നിവേദിത എങ്ങനെ ഭാരതത്തിലെ കൊൽക്കത്തയിൽ വന്ന് കാളീദേവിയുടെ ഉപാസകയായി കൽക്കത്തയുടെ കോളനികളിൽ പകർച്ചവ്യാധി പെട്ടപ്പോൾ എങ്ങനെ അവർ ഈ അവിടുത്തെ ജനങ്ങളെ ശുശ്രൂഷിച്ചു? ഈ നിവേദിത എത്ര പേർക്കറിയാം? എത്രയോ കാലം കഴിഞ്ഞ് വന്ന് കൽക്കത്തയുടെ തെരുവോരങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് നോബൽ സമ്മാനം വാങ്ങി വരെ നേടിയെടുത്തവരുണ്ട്. വളരെ രസകരമാണ്. ഞാൻ നിവേദിതയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. തൃശ്ശൂരിൽ നിന്നാണ് ഫോൺ വന്നത്. എൻ്റെ സാറ്, നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിവേദിതയുടെ ആഘോഷം, ആ നിവേദിതയുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്തത് ബിഷപ്പാണ്. ബിഷപ്പ് അവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണ്? നിവേദിതയെക്കുറിച്ച് എനിക്കൊന്നും അറിവില്ല, പക്ഷെ മദർ തെരേസയെ പോലൊരു മഹതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 150-ാം വാർഷികം കേരളത്തിൽ നിവേദിതയുടെ 150-ാം വാർഷികം ആഘോഷിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. അപ്പം ഫോൺ ചെയ്ത ആൾ ചോദിക്കുന്നത്, സാറ് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണു? അല്ല, നിങ്ങൾ നിവേദിതയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയ ആൾ, നിങ്ങൾ അതിൻ്റെ ആൾ, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ആൾ, ഇതല്ലേ. നമുക്ക് എന്ത് മറുപടിയുണ്ട്? അപ്പം നിവേദിതയുടെ അവർ അതാണ് ഞാൻ പറഞ്ഞ എന്താ, നിങ്ങൾ ഭാരതീയർ, വിശിഷ്യ ഹിന്ദുക്കൾ, ഋഷിമാരെ പോലെ സംസാരിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ സ്വയം വഞ്ചിച്ച് ഭീരുക്കളായി മാറുന്നു. ഇത് കേരളത്തിനെ സംബന്ധിച്ച് ഞാൻ ഈ പുസ്തകങ്ങൾ ഇതൊക്കെ എഴുതി അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കും നിവേദിത ചോദിച്ച ചോദ്യം ബംഗാളിൽ വന്ന്, പക്ഷെ ആ ബംഗാളും കേരളവും തമ്മിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ട്. അത് കേരള സാഹിത്യ അക്കാദമിയുടെ സ്കോളർഷിപ്പ് കിട്ടിയ പുസ്തകം, രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യം മലയാളത്തിൽ, അവിടെ സ്കോളർഷിപ്പോടു കൂടിയാണ്. അപ്പോൾ അതൊക്കെ അത്ഭുതമാണ്. കാര്യം രാമകൃഷ്ണ വിവേകാനന്ദന്മാരെക്കുറിച്ച് ഒക്കെ ചെയ്യുന്നവർ ആരാണെന്ന് ഇവിടുത്തെ പുരോഗമനവാദികൾക്കറിയാം. ആരാണ് ഇതിൽ ചെയ്യാൻ? ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വിദ്വാൻ, അയാളാണ് വലിയൊരു ചേഞ്ചിന് തുടക്കം ഇട്ട ആൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ, പി ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാർ, അതിനുമുമ്പ് കെ ദാമോദരൻ, സി ഉണ്ണിരാജ പോലെയുള്ള ആൾക്കാർ ഭാരതീയ ദർശനങ്ങളൊക്കെ പഠിച്ച് ആ പഴയ ആൾക്കാർ ഗാന്ധി യുഗാരംഭത്തിന് മുമ്പ് ഒരു വിവേകാനന്ദ യുഗമുണ്ടായിരുന്നു ഇവിടെ. അതിൽ സ്വാധീനം ചെലുത്തിയ ആൾക്കാർ വിവേകാനന്ദനിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അവർക്ക് പോലും കുറച്ച് തിരിച്ചറിവ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഈ ടോക്ക് പൊളിറ്റിക്കൽ അല്ല. അതുകൊണ്ട് ആ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞപ്പോൾ കണ്ടെത്തിയത്.
വിവേകാനന്ദനെക്കുറിച്ച് പഠിച്ചാൽ ആൾക്കാർ RSSകാരാവണം. അങ്ങനെയാണ് ചെഗുവേരയിലേക്ക് വരുന്നത്. കാരണം ഞാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആണ് എൻ്റെ സ്വാമി വിവേകാനന്ദനും കേരളവും, അത് 10 എഡിഷൻ കഴിഞ്ഞു. ആ പുസ്തകത്തേക്ക് എന്തെഴിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വിവേകാനന്ദ സ്പർശം എന്ന് പറഞ്ഞാൽ 2017 സ്വാമി വിവേകാനന്ദനും എൻ്റെ കേരള സന്ദർശനത്തിൻ്റെ 125-ാം വാർഷിക വേളയിൽ നടന്നത്. അന്ന് കിട്ടിയിട്ടുള്ള ഒരു വളരെ രഹസ്യാത്മകമായിട്ടുള്ളൊരു സന്ദേശമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ യുവജന ദിനം, ജാനുവരി 12-നാണ് യുവജന ദിനത്തിൽ കേരളത്തിലെ ആൾക്കാർ എന്താ ചെയ്യണത്? യുവജന ദിന ആഘോഷം, വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം, ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ടിട്ട് കൂട്ടയോട്ടാണ് നടക്കുന്നത്. ബംഗാളിൽ ഇത് നടക്കൂ? ഞാൻ ബംഗാളും കേരളവും തമ്മിൽ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ബംഗാളിൽ ഇതിലും നടക്കൂ. അപ്പം ഈ കൾച്ചറൽ ഓൺസ്ലോട്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ബംഗാൾ അത്രയ്ക്കും സംഗതി അധപ്പതിച്ചിട്ടുണ്ട്. 19 വർഷം സ്വാതന്ത്ര്യാനന്ദ ഭാരത ബംഗാൾ. പക്ഷെ കേരളത്തിൽ പോലെ ഈ സാംസ്കാരികമായൊരു അധപ്പതനം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ഈ നവോത്ഥാനം കൊണ്ടുവരുന്നതിൽ ആശ്രമങ്ങൾക്കും സന്യാസിമാർക്കും വലിയൊരു പങ്കുണ്ട്. അടുത്തൊരു ചോദ്യം അതായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് കേരളത്തിലെ ഈ നവോത്ഥാന ചരിത്രം അല്ലെങ്കിൽ നവോത്ഥാനം, കേരളത്തിൻ്റെ നവോത്ഥാനം ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്നത് മറ്റുള്ളവരാണ്. പക്ഷേ പലപ്പോഴും പഴയ പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ സദാനന്ദ സ്വാമികൾ ഉൾപ്പെടെ പന്തിഭോജനം നടത്തുന്നതും അങ്ങനെ ഒരുമിച്ച് അങ്ങനെയൊക്കെ ചെറിയ ഒരു ഓർമ്മയുണ്ട്. പിന്നെ അയ്യങ്കാളിയുമായിട്ടുള്ള ബന്ധം, അദ്ദേഹമായിട്ടുള്ള ബന്ധമൊക്കെ വായിച്ചൊരു ഓർമ്മയുണ്ട്. അപ്പോൾ കൂടുതലും ആശ്രമങ്ങൾ വഴി ഇങ്ങനെയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങിയത് കൊണ്ടല്ലേ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടായത്? അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ കന്നിമൂലക്കല്ലാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് എന്താണ് പറഞ്ഞതെന്ന് ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് വലിയ തർക്കമാവും. പക്ഷെ അത് ശരിയാണ്. പി ഗോവിന്ദപിള്ളയെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് കേരള ചരിത്രം നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ആദ്യത്തെ ആൾ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി, രണ്ടാമത്തത് EMS നമ്പൂതിരിപ്പാടാണ്. അല്ല, അതൊക്കെ വളരെ ചരിത്രപരമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ആശ്രമങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം എനിക്ക് ബംഗാളിൽ ജനിച്ച നിർമ്മലാനന്ദ സ്വാമി കേരളത്തിൽ എന്ത് ചെയ്തു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എതിർപ്പുകൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പം എന്നാൽ നിർമ്മലാനന്ദ സ്വാമി ഉപേക്ഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, അത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എന്തുകൊണ്ടാണ് അത് ആ പേര് പറയാത്തത്? അല്ല, അത് പറയാൻ പറ്റുന്ന കാര്യമാണ്. എത്ര വലിയ ത്യാഗികളാണെങ്കിലും അവിടെയാണ് ജീവിതത്തിലെ ചില മനുഷ്യ സംഘടന, അത് എല്ലാ സംഘടനകൾക്കും ബാധകമാണ്. അതാണ് ഞാൻ പൊതുപുരോഹിതന്മാർ എന്ന് പറയുന്നത്. പൊതുപൗരോഹിത്യം, സംഘടനയിലുള്ള ചില ആൾക്കാർക്ക് സംഘം ചേരുമ്പോൾ അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ടാവും. ചിലരെ അത് കമ്മ്യൂണിസ്റ്റ് റഷ്യയിലൊക്കെ നടന്നത് അതാണ്. ട്രോട്സ്കിയും അതിനൊക്കെ മാറ്റി നിർത്തുകയും ഇതൊക്കെ. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ 1984 അർദ്ധരാത്രിയിൽ കൂരിരുട്ട്, സോൾസെനിസ്റ്റിൻ്റെ ഒക്കെയാണ്. അതേ എല്ലാ സംഘടനകളിലും അത് തുടങ്ങുമ്പോൾ അത് ത്യാഗവും ഇതൊക്കെയാണ്. പിന്നെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലവർ അവർ ശത്രുക്കളാക്കും, വർഗശത്രുക്കളാക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ വളരെ രസകരമായിട്ടൊരു ഇത് അയോധ്യയിൽ നമ്മുടെ ശ്രീരാമ ജന്മഭൂമി ഇത് വെച്ചപ്പോൾ ഒരു ടീച്ചർ, ഹയർ സെക്കൻഡറി ടീച്ചർ, സാറൊക്കെ പോകുന്നില്ലേ? അപ്പം ഞാൻ എന്തിനാ അവിടെ പോണേ? അല്ല, സാറിൻ ഹിന്ദു വിശ്വയുടെ എഡിറ്ററൊക്കെ ആയിരുന്ന ഒരാളല്ലേ? ഞാൻ എഡിറ്റർ ഇൻചാർജ് ഡോക്ടർ KR രവിന്ദാക്ഷ മാഷ്. അത് നിങ്ങൾക്കെങ്ങനെ? ഇതിലൊക്കെ ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഹിന്ദു വിശ്വ. അപ്പോൾ പലരെയും കൊണ്ടുപോകുന്നുണ്ട്, സാറ് പോകുന്നില്ലേ എന്ന് ചോദിച്ചു. അല്ല, നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഇതിന് വേണ്ടിയൊന്നുമല്ല.
ഇതൊന്നും ഒരിക്കലും ഒരു ആകർഷണീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ പോകുന്ന പാതയിൽ ചില തടസ്സങ്ങൾ വരും. അപ്പോൾ ആ തടസ്സങ്ങൾ എന്താണ് കാര്യം എന്നറിയാനുള്ളൊരു കൗതുകം നമുക്ക് വരും. അതുകൊണ്ടാണല്ലോ അമ്പലങ്ങളിൽ കൂടെ 4 അമ്പലം തീർത്ഥയാത്രയിൽ ആരംഭിച്ച ഞാൻ 4 ആശ്രമത്തിലേക്ക് കടക്കുന്നു. അതായത് സന്യാസിമാരുടെ ജീവചരിത്രത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ കേരള നവോത്ഥാനം ഇപ്പോൾ താങ്കൾ ചോദിക്കുന്ന പോലെ ആ ചോദ്യത്തിന് പ്രസക്തമാവുന്നത് ഞാൻ മനസ്സിലാക്കുന്ന 2018 എന്തോ ആണല്ലോ ഈ ശബരിമല ഇഷ്യൂ വരികയും നവോത്ഥാനം മതിൽക്കെട്ടലും ഒക്കെ വന്നപ്പോഴാണ് വാസ്തവത്തിൽ യഥാർത്ഥ നവോത്ഥാനം. ഇപ്പം ഞാനിത് വളരെ ഒട്ടും വൈകാരികമായിട്ടൊന്നല്ല, വളരെ ചിന്തിച്ച് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ 100ാം വാർഷികം നടന്നു. ഒരു ഹോസ്പിറ്റൽ എന്തുവാണ് പണിതത്. 100 വർഷം മുമ്പ് അതിൻ്റെ ശിലാസ്ഥാപനം നിർമ്മലാനന്ദ സ്വാമി നടത്തിയപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു വാചകൻ്റെ പത്രങ്ങൾ, അനന്തപുരി രജതഗിരിയെ പോലെ ശോഭിച്ചു 1924. ഇപ്പോൾ 2024 അവിടെ ശ്രദ്ധയിലേ പെട്ടില്ല. 25 ഒരു ഹോസ്പിറ്റൽ എന്തോ പോയപ്പോൾ ഉദ്ഘാടനത്തിന് രാമകൃഷ്ണ മിഷൻ്റെ പരമാധ്യക്ഷൻ വന്ന് കൂടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചു. അപ്പോൾ പണ്ട് നിവേദിതയുടെ പുസ്തകപ്രകാശന ചടങ്ങിൽ ചോദിച്ച പോലെ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ അതേ ചോദ്യം ആവർത്തിച്ചു, എന്താ ഇതൊക്കെ? രാമകൃഷ്ണ മിഷൻ്റെ പരമാധ്യക്ഷനായ ഗൗതമാനന്ദ സ്വാമി ഉണ്ട്, പോരെ പോരെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്താൽ പോരെ? പിണറായി വിജയൻ വിളിക്കേണ്ട ആവശ്യം എന്താ? ഞാനതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനൊന്നുമല്ല. പക്ഷെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ല, പിണറായിലെ പാറപ്പുറത്തെ വിവേകാനന്ദ വായനശാലയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് കൂടുന്നത്. വിവേകാനന്ദ വായനശാല? അതെ അതെ, അത് ശരി. അങ്ങനെ പിണറായിയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പം കേട്ടവരെ ചിരിച്ചു. അല്ല, ഈ പറഞ്ഞത് 1939. അപ്പം ഇവരിപ്പോൾ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നത് 37 കോഴിക്കോട് ഒരു ലോഡ്ജിൻ്റെ മുകളിൽ സ്ഥാപിച്ചു എന്ന്. അത് അവരൊരു 4-5 കൃഷ്ണപിള്ള EMS ഒക്കെ കൂടി. പക്ഷേ NE ബാലറാം എഴുതിയിരിക്കുന്നു, K ദാമോദരനെ പോലെയുള്ളത് പിണറായിലെ വിവേകാനന്ദ വായനശാലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. NE ബാലറാം രാമകൃഷ്ണ മിഷനിലെ ബ്രഹ്മചാരിയായിരുന്നു. അതിനുമുമ്പ് ആഗമാനന്ദ സ്വാമി വടക്കേ മലബാറിൽ പ്രവർത്തിച്ച് അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടുത്തെ ബ്രഹ്മചാരിയായിട്ടാണ് ബേലൂർ മഠത്തിലേക്ക് NE ബാലറാം പോകുന്നത്. അപ്പോൾ കേരളത്തിലെ നവോത്ഥാനം ഇടക്കാലത്ത് വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അതിന് ഉത്തരവാദികൾ ആര് എന്ന് പറഞ്ഞാൽ ഈ ആശ്രമങ്ങൾ അത് നല്ല രീതിയിൽ രാമകൃഷ്ണ മഠങ്ങൾ, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തീർത്ഥപാദ ആശ്രമങ്ങൾ, നാരായണ ഗുരുദേവൻ്റെ ആശ്രമങ്ങൾ, അവധൂതാശ്രമം സദാനന്ദപുരത്ത്, സ്ഥലത്തിനോ പണത്തിനൊന്നുമല്ല കുറവ് ഉള്ളത്. പിന്നെ ശുഭാനന്ദാശ്രമം തിരുവിതാംകൂറിൽ. അങ്ങനെ പിന്നെ മലബാറിലെന്ന് വെച്ചാൽ കണ്ണ് കാണാത്ത ഒരു രാമാനന്ദ സ്വാമിയുണ്ട്, മണ്ണൂർ ആശ്രമം. മലബാറിലാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ. പിന്നെ ഋഷികേശിലെ ശിവാനന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട ആശ്രമങ്ങൾ, അതിൻ്റെ പല ബ്രാഞ്ചുകളുണ്ട്. ഋഷികേശിലെ ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ശിവാനന്ദ സ്വാമിക്ക് 30-ലേറെ മലയാളി സ്വാമിമാരുണ്ടായിരുന്നു ശിഷ്യർ. ചിന്മയാനന്ദ സ്വാമി, വിഷ്ണുദേവാനന്ദ സ്വാമി, ജ്ഞാനാനന്ദ സരസ്വതി സ്വാമി, സംസ്കൃതം ജ്ഞാനാനന്ദ ഉണ്ടായിരുന്നു, മലയാളം ജ്ഞാനാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. അവരുടെ ജീവചരിത്രമൊക്കെ കുറേശ്ശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണ സംഘസന്യാസിമാർ പോലെ ശിവാനന്ദ സ്വാമിയെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ താങ്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ ഈ പുസ്തകം സർവസാക്ഷിമ ജീവിതവും പൈതൃകവും 1915 തിരുവനന്തപുരത്ത് സ്വയം പ്രകാശാശ്രമം സ്ഥാപിക്കുന്നത്. ആ സ്വയം പ്രകാശ യോഗിനി അമ്മയുടെ ഗുരുവാണ് സർവസാക്ഷി അമ്മ. അവർ തൈക്കാട്ട് അയ്യാസ്വാമിയുടെ സമകാലീനയായിരുന്നു. ആ തൈക്കാട്ട് അയ്യാസ്വാമി പറഞ്ഞിട്ട് ഈ അമ്മയാണ്
സർവ്വസാക്ഷിയമ്മയാണ് നാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമിയും മരുത്താമലയിലെ പിള്ളത്തടത്തി പോയിരിക്ക കൊണ്ടുപോകുന്നത്. കാരണം നേരത്തെ ഈ അമ്മ അവിടെ തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നവോത്ഥാനം, സ്ത്രീ ശാക്തീകരണം നടക്കുന്ന സമയത്ത് ഞാൻ ഉന്നയിച്ചൊരു പ്രശ്നമാണ് പലരോടും ചോദിച്ചു, ഇടതുപക്ഷ ആൾക്കാരോടൊക്കെ ചോദിച്ചു, സർവ്വസാക്ഷിയമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൊല്ലത്തമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ രസകരമാണ്. GR ഇന്ദുഗോപൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരു നോവലിസ്റ്റാണ്. അയാളുടെ കുടുംബത്തിൽ വാളത്തുങ്കൽ ഫാമിലിയിൽ പറഞ്ഞ ആളാണ് അമ്മ. ഈ ഇന്ദുഗോപന് വിഷമം ഉണ്ടാവില്ല. സർവ്വസാക്ഷിയമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നും അധികം അറിയില്ല. ഈ പുസ്തകം വന്നപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ വരിക ഇതൊക്കെ. പക്ഷെ ആൾ ചെയ്ത എന്താ, ആളുടെ കുടുംബത്തിലുള്ള മണിയമ്പിള്ള എന്ന് പറയുന്ന ഒരു കള്ളനുണ്ടായിരുന്നു. ആ കള്ളനെക്കുറിച്ച് ഒരു നോവൽ എഴുതി 7-8 എഡിഷൻ ഇറക്കി കഴിഞ്ഞു കേരളത്തിൻ്റെ. അപ്പോൾ ഞാനിത് പേരെടുത്ത് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ ഞാനും കേരളവാണിനിയുടെ പൗത്രിയും കൂടി എഴുതിയത്. അപ്പോൾ ഈ പുസ്തകത്തിൽ തെക്കൻ തിരുവിതാംകൂറിൻ്റെ സന്യാസിമാർ, അവധൂതന്മാർ അങ്ങനെയുള്ള, അപ്പോൾ നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് കേന്ദ്രീകരിച്ച് ഓരോ സ്വാമിമാരെക്കുറിച്ചും ചെയ്യാണ്ടെങ്കിൽ തന്നെ ഒരു വർഷത്തേക്കുള്ള മാറ്റർ ഉണ്ട്. ഇത് വളരെ ലളിതമായിട്ട് ചെയ്തത്, കിട്ടാവുന്ന ഡീറ്റെയിൽസ് വളരെ സംക്ഷിപ്തമായി, സമഗ്രവും സംക്ഷിപ്തമായി. അപ്പോൾ ഓരോ പുസ്തകത്തിൻ്റെ പിന്നിലുള്ള ഓരോ വർക്കുകൾ, പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ അതിൽ നമ്മളൊരു തരത്തിലൊരു കോംപ്രമൈസിങ്ങിന്, കാരണം സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക്, ഇന്ന് നടത്തുന്ന ആൾക്കാർക്ക് അവരെയാണല്ലോ സ്വാധീനിക്കേണ്ടത്. എന്തെങ്കിലും അത് ഏത് മേഖലയിലായാലും ഞാൻ കാര്യം ഇന്ന് അപ്പോൾ കാണുന്നവനെ വാഴ്ത്തുക എന്നുള്ള ഒരു ഇതല്ലല്ലോ. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ ഈ നിർമ്മലാനന്ദ സ്വാമി കൂടെ പറഞ്ഞു. കേരളത്തിലെ അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു കേരളത്തിലെ എനിക്ക് 8ാമത് നിർമ്മലാനന്ദ പുരസ്കാരം കിട്ടിയ ഒരാളാണ്. ആനുഷംഗികമായി ഇടയ്ക്ക് പറഞ്ഞാണ്. അപ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട പത്രപ്രവർത്തകൻ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ വിളിച്ചിട്ട് പറഞ്ഞ അഭിനന്ദനങ്ങൾ, നിർമ്മലാനന്ദ ഗിരിയുടെ പേരിലുള്ള പുരസ്കാരം കിട്ടിയല്ലോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നിർമ്മലാനന്ദ ഗിരിയല്ല, പുരിയാണ്. നിർമ്മലാനന്ദ വൈദ്യൻ അല്ല, ഇദ്ദേഹം പുരി രാമകൃഷ്ണ ദേവൻ്റെ ശിഷ്യനായ അദ്ദേഹത്തിൻ്റെ സമാധി ഒറ്റപ്പാലത്താണ്. അങ്ങനെ ഒരാളുണ്ടോ? അതിൻ്റെ പേരിലാണ് പുരസ്കാരം. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉടനെ കളക്ട് ചെയ്തിട്ട് എനിക്ക് പുരസ്കാരം മനോരമയാണത് വളരെയധികം ആ പുരസ്കാരം, നിർമ്മലാനന്ദ പുരസ്കാരം ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുടയ്ക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവഗണിച്ച മറ്റ് പല ആൾക്കാരുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഇദ്ദേഹം അത് വായിച്ചിട്ട്, ഈ പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ ആൾ വായിച്ചിട്ട്, പുരസ്കാരം കിട്ടുന്നതിൻ്റെ തലേ ദിവസം ഞാൻ കന്യാകുമാരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള അവിടെ വെച്ചാണ് പുരസ്കാര ചടങ്ങ്. അദ്ദേഹം ട്രെയിനിൽ ഞാനിരിക്കുമ്പോൾ വീണ്ടും വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ കേരള നവോത്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, സത്യസന്ധമായി പഠിക്കുമ്പോൾ നമ്മൾ മൂക്കിൽ വിരൽ വെക്കേണ്ടി വരുമല്ലോ. ഈ നിർമ്മലാനന്ദ സ്വാമിയുടെ ചരിത്രം വരുന്നുണ്ടോ? സദാനന്ദ സ്വാമിയെക്കുറിച്ചിട്ട് അറിയുന്നുണ്ടോ? ഇപ്പം ഈ സർവ്വസാക്ഷിയമ്മ, സ്ത്രീ ശാക്തീകരണം വെച്ചാൽ സ്ത്രീകൾക്കൊരു ആശ്രമം പണിത് അവിടെ എത്ര ഗംഭീരന്മാരായ ആൾക്കാർ ഈ സ്വയം പ്രകാശാശ്രമത്തിലുണ്ടായിരുന്നു അറിയോ? ഉദാഹരണത്തിന് മാലക്കര കേന്ദ്രീകരിച്ചൊരു DYSP കൃഷ്ണമേനോൻ കേട്ടിട്ടുണ്ടോ? ആത്മാനന്ദ ഗുരുദേവൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഈ സ്വയം പ്രകാശാശ്രമത്തിലുണ്ടായിരുന്നു. ബോധേശ്വരൻ്റെ ഭാര്യ അമ്മ കാർത്തിയാനിയമ്മ ടീച്ചർ കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ വരുന്നത്? കാരണം സ്ത്രീകൾക്ക് പറ്റിയൊരു ആധ്യാത്മിക സങ്കേതമാണ്. അപ്പം ഞാൻ ഈ സ്വയം പ്രകാശാശ്രമത്തിലേക്ക് വരുന്നത് സാധുശീലൻ പരമേശ്വരൻപിള്ള മുഖാന്തരം. കാര്യം സാധുശീലൻ എന്നുള്ള പേര് ആര് കൊടുത്തു എന്ന് വെച്ചപ്പോൾ സ്വയം പ്രകാശ യോഗിനിയമ്മയാണ്. അങ്ങനെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നതും. അപ്പോൾ ലളിത ടീച്ചർ കേരളവാണിനിയുടെ പൗത്രി അവിടെയുണ്ട്. അവിടെ കരമന NSS കോളേജിലെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഇതിൻ്റെ
ഇംഗ്ലീഷ് പുസ്തകം ഇറങ്ങി, തമിഴ് പുസ്തകം ഇറങ്ങി, 10,000-ലേറെ കോപ്പികൾ അവിടെ. കാരണം വേദാന്തവും സിദ്ധാന്തവും. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. കേരള നവോത്ഥാനത്തിൻ്റെ ദാർശനിക അടിത്തറ എന്ത്? അങ്ങനൊരു കാര്യമുണ്ടല്ലോ. ചിലർ പറയും ഇത് മറ്റേ മാർക്സിസമാണ്, അതാണ് ഇതാണ്. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായസാറുടെ പുസ്തകം എഡിറ്റ് ചെയ്ത ഒരു വിദ്വാൻ മാർക്സിസ്റ്റുകാരനായ എന്നോട് പറഞ്ഞു, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക അദ്വൈതമാണ്. കണ്ടില്ല അവരെ. ഞാനിത് പറയുന്നത് വളരെ വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അവർ എങ്ങനെയാണ്, അവരെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഊഹിക്കാം, അവരെങ്ങനെയാണ് ഈ നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പുതിയ അടിത്തറ, അവരെന്ന് വെച്ചാൽ EMSൽ കൂടെ ഉരുത്തിരിഞ്ഞ് വന്ന് എങ്ങനെയാണ് ഒരു പുതിയ മാർക്സിസം എന്ന് പറഞ്ഞാൽ ഒരു അദ്വൈതിയുടെ അടുത്ത് പോയി, പിന്നെ ഇത് ഭൗതിക മാർക്സിസം എന്ന് വെച്ചാൽ ഭൗതിക അദ്വൈതമാണ്. അപ്പം പക്ഷെ അതിനെ നിഷേധിക്കണമെങ്കിൽ അദ്വൈതം എന്താണെന്നൊന്ന് മനസ്സിലാക്കേണ്ട ഒരാൾ വേണ്ടേ? അതെ, അവിടെയാണ് ഇപ്പം പ്രസ്ഥാനത്രയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ത്യാഗി പറഞ്ഞു, വളരെ രസകരം. എൻ്റെ കേരളത്തിലെ ആശ്രമങ്ങളും കൊണ്ടുപോയി ഉള്ളൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് ചെന്നു, തളിപ്പറമ്പുകാരനാണ്. പുസ്തകമുണ്ട്, ഒരു ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ മഠാധിപതി വലിയ തിരക്കും ഇതുമൊക്കെ. അപ്പം അയാൾ ആ മഠാധിപതിയുടെ റൂമിയുടെ മുമ്പിൽ ഇരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു. എന്താ ഇവിടെ ഇരിക്കണേ? അല്ല, ഞാൻ ആശ്രമങ്ങളിലൊക്കെ പോകുന്ന ആളാണ്, ഇവിടെ വന്നു. അല്ല, കുറേ നേരമായില്ല, എന്താ കാര്യം? അല്ല, ഇവിടെ വന്നു സ്വാമിയെ കണ്ടു പോകാമെന്ന് വെച്ചാൽ. എന്താ പറയൂ? അപ്പം അന്ന് ചോദിച്ചാൽ ഇവിടെ പ്രസ്ഥാനത്രയം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആളാകെ ക്ഷുഭിതനായില്ലേ. പ്രസ്ഥാനത്രയം, ഞങ്ങളൊരു പ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കണേ, പിന്നെ എന്തിനാ ത്രയം? അപ്പം ഈ നമ്മുടെ സുഹൃത്ത് പാവ, നിങ്ങൾ ഈ കേരളത്തിൽ ആശ്രമങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ട് കുറേ അതിൻ്റെ ഡയറക്റ്റൊക്കെ അത് പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു വലിയൊരു ചോദ്യമാണ്. ഇത് ചിരിക്കണോ കരയണോ എന്നറിയില്ല നമ്മൾ. ഒരു ആശ്രമത്തിൽ പ്രസ്ഥാനത്രയം ഒക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചാരിറ്റിയാണ് ചെയ്യുന്നത്, ആ ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ധനാഢ്യന്മാരുടെ പിന്നാലെയാണ് നടക്കുന്നത്. ഇതൊക്കെ സന്യാസിയുടെ ധർമ്മമാണോ? അപ്പം എന്നോട് ഇപ്പം നമുക്ക് ഈ ദീർഘമായ എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ പിന്നെ ഈ ഒരു ചർച്ചയിൽ ഇങ്ങനെ വന്നു സമാനമായ ഇതിലേക്കാണ് വന്നത്. പക്ഷേ എന്നോട് ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലെ ആശ്രമങ്ങൾ, സന്യാസിമാർ, അമ്പലങ്ങൾ, എന്നോടൊരു ഇതേപോലെ ഒരു പ്രശസ്തനായ ഒരാൾ ചോദിച്ചു, അപ്പോൾ താങ്കൾ എന്താ സന്യാസം സ്വീകരിക്കാത്തത്? അപ്പം ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു. അത് കേട്ട് അദ്ദേഹം വലിയ ചിരി ചിരിച്ചു. സന്യാസം സ്വീകരിക്കുകയെന്ന് വെച്ചാൽ അങ്ങ് ഉദ്ദേശിച്ചത് കാവി സ്വീകരിക്കുകയാണെങ്കിൽ ഈ കാവി സ്വീകരിച്ച് ഉള്ള സ്വാതന്ത്ര്യം കളയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അപ്പോൾ വേഷം കെട്ടുമല്ല സന്യാസവും. അങ്ങനെ കിട്ടിയിരിക്കുന്നവരുടെ സങ്കേതമല്ല ആശ്രമം. അത് നാരായണ ഗുരുദേവൻ്റെ ഒരു ആശ്രമം എന്ന് പറയുന്ന ഒരു കൃതി തന്നെയുണ്ട്, ലഘുകൃതി. അവിടെ 6 ത്യാഗികൾ, തപോസ്വാധ്യായ നിരതന്മാരായവർ, അവിടേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടും. ഈ പറഞ്ഞ പോലെ ഒരു വനപുഷ്പം പോലെ. ഒരു വനപുഷ്പം എന്ന് പറഞ്ഞാൽ മരങ്ങളാൽ, ഇലകളാൽ മറഞ്ഞിരിക്കുന്ന ഒരു പുഷ്പം വിരിയുന്നു, അത് സുഗന്ധത്താൽ വണ്ടുകൾ അവിടെ ആകർഷിക്കപ്പെടുന്നു. ഇതാണ് പണ്ടത്തെ സന്യാസവും ആശ്രമങ്ങളും. അല്ലാണ്ട് ഞങ്ങൾക്ക് സ്വീകരണം തരണേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവരല്ല. അപ്പോൾ വളരെ റയറായിട്ടുള്ള ആൾക്കാരെ അവിടേക്ക് ചെല്ലുന്നുള്ളൂ. പക്ഷേ അന്വേഷിച്ച് അവരെത്തുന്നു. ആ അന്വേഷിച്ച് എത്തിയവരിൽ കൂടെ ഇപ്പോൾ രാമകൃഷ്ണ വിവേകാനന്ദന്മാർ, നിർമ്മലാനന്ദ സ്വാമി, കേരളത്തിൻ്റെ ഒരു നവോത്ഥാന ധാര ഞാൻ പറയുക. രാമകൃഷ്ണ വിവേകാനന്ദന്മാർ, നിർമ്മലാനന്ദ സ്വാമി, ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമിയുടെ ശിഷ്യനായിട്ടാണല്ലോ പി പരമേശ്വർജി ഒക്കെ അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു ധാര
അപ്പോൾ പരമേശ്വർജി, ആഗമാനന്ദ സ്വാമി, നിർമ്മലാനന്ദ സ്വാമി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നിശബ്ദരായി കഴിഞ്ഞാൽ, ഇപ്പോൾ പി പരമേശ്വർജി വരുന്നതിന് മുമ്പ് ഭാസ്കർ റാവുജി, അദ്ദേഹം ഈ പറഞ്ഞ സന്യാസതുല്യനായ ഒരു മനുഷ്യനായിരുന്നു. അതാണ് അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ച് ഞാൻ ഒരു തവണ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ ഒരു കാഴ്ച, നമുക്ക് ഈ കാഴ്ചകൾ, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാക്കണം. കുറേ ദൃശ്യമല്ല, അതിൽ നിന്നൊരു ദർശനം. ആ ഭാസ്കർ റാവു എന്ന് പറഞ്ഞൊരു മറാത്തയിൽ നിന്നും, അല്ലെങ്കിൽ ദത്തോബന്ത് ടെങ്കിടി എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ വന്നു, അതുപോലെ വേറെ ആൾക്കാരുണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാൽ എന്തുകൊണ്ട്? ഭാസ്കർ റാവുജിയെ കണ്ട കാര്യം അല്ല, അദ്ദേഹം കണ്ട എത്ര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരാൾ. അപ്പം എന്നോട് നമ്മൾ വർത്തമാനം പറയില്ല ചെയ്യുന്നത്, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വലിയ സന്തോഷകരമായൊരു കാര്യം, എൻ്റെ കേരളത്തിലെ ആശ്രമങ്ങൾ പ്രസിദ്ധീകരിച്ചത് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം എന്ന് വെച്ചാൽ വലിയ സന്തോഷമായി. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരി അവരുടെ അന്ത്യകാലം കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലാണ് ചെലവഴിച്ചത്. അപ്പോൾ അവരുടെ ഒരു പാരമ്പര്യം, സ്വാമി രാമദാസിൻ്റെ ഒരു പാരമ്പര്യം. അപ്പം നമുക്ക് ഈ കേരളത്തിലെ ആശ്രമങ്ങളും അതേപോലെ മഹാന്മാരെക്കുറിച്ച്, സന്യാസിമാരെയൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഇപ്പം എൻ്റെ 25ാമത്തെ പുസ്തകമാണ് ഭക്തിപ്രസ്ഥാനം. മറാത്തയിലുണ്ടായ ഭക്തിപ്രസ്ഥാനം, വങ്കദേശത്തുണ്ടായ ഭക്തിപ്രസ്ഥാനം, എന്തിന് കർണാടകയിലെ വീരശൈവന്മാരുടെ ഉണ്ടായ ഭക്തിപ്രസ്ഥാനം. ഇതൊക്കെ പഠിക്കുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഈ ഭക്തിപ്രസ്ഥാനത്തിൽ എഴുതിയിട്ടുണ്ട്, ഭക്തി, യുക്തി, വിഭക്തി 3 എണ്ണമുണ്ട്. ഇവിടെ യുക്തിപ്രധാനമാണ്. അതും ഇവിടുത്തെ ഈ തീവ്ര സൈദ്ധാന്തികന്മാർ, അവർ പ്രതിജ്ഞാബദ്ധരാണ്, കമ്മിറ്റഡാണ്, പ്രത്യയശാസ്ത്ര പ്രതിജ്ഞാബദ്ധരാണ്. പക്ഷേ സത്യത്തിനോടും ധർമ്മത്തിനോടും അവർക്ക് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇത് EMSനെ പോലെയുള്ള ആൾക്കാർ ചോദിച്ച ചോദ്യം ആരോടാണ് ചോദിച്ചത്? ഡോക്ടർ MP പരമേശ്വരനെ പോലെയുള്ള ആൾക്കാരോട്. അവർ തമ്മിലുള്ള സംവാദത്തിൽ വന്നൊരു ചോദ്യമാണ്. ഉപനിഷത്തുകൾ ഒക്കെ വരുമ്പോൾ പറയുന്നത്, ഉപനിഷത്തുകൾ സത്യം പറയാൻ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്, അതാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ EMS ചോദിച്ചു എന്നാണ് പറയുന്നത്, അല്ല പരമേശ്വര, നിങ്ങളുടെ ഈ ഉപനിഷത്ത് മുഴുവൻ സത്യവും പറയാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇതിപ്പോൾ താങ്കൾ ഇത് കേൾക്കുമ്പോൾ ഇത് തന്നെയാണ് നിർമ്മലാനന്ദ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ രാമകൃഷ്ണ പ്രസ്ഥാനത്തെയൊക്കെ കുറിച്ച് പറഞ്ഞോളൂ, സത്യം ഇതൊക്കെ, പക്ഷെ മുഴുവൻ സത്യം. ഭാവി നമുക്ക് ഈ ആശ്രമങ്ങളെക്കുറിച്ചും അവരുടെ ഒരു നവോത്ഥാന ചരിത്രത്തിലുള്ള ഇടപെടലുകളും, അത് കഴിഞ്ഞ് സമാജത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുമൊക്കെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങയുടെ ജീവിതം തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല കാര്യം. അല്ല, ഇവിടെയാണ് ഇതൊരു പോയിന്റ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന് പ്രാധാന്യമില്ല, ആ വ്യക്തി എന്ത് ചെയ്തു. ഇപ്പോൾ എന്നേക്കാളൊക്കെ എത്രയോ 10,000-10,000 ശേഷിയുള്ള ആൾക്കാർ ഇവിടെ പലതും ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണല്ലോ നിവേദിതയെ പോലെയൊക്കെ ഒരു സ്ത്രീ ഇവിടെ വന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ശിക്ഷയാവുന്നു. ഇപ്പോൾ 25ാമത്തെ പുസ്തകം വരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഏകാന്തപഥികനായിട്ടുള്ള ഒരു യാത്രയാണ്. അതായത് ഈ ഒരു സന്യാസാശ്രമങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് എന്താണ് അടുത്തായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 25 പുസ്തകങ്ങൾ ആയി. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സംഘത്തിൻ്റെ ഇരിഞ്ഞാലക്കുട ജില്ലയുടെ ചരിത്രം എന്നോട് എഴുതാൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ തയ്യാറാക്കി, ഞാനാണ് കൊടുത്തത്. അപ്പോൾ ഒരു സംഘടനയുടെ ചരിത്രം, ഈ സംഘടനയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അനേകായിരം വ്യക്തികളുടെ ചരിത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനേകം വനപുഷ്പങ്ങളുടെ ചരിത്രമാണ്.
അവരുടെ പ്രയത്നത്തിൻ്റെ പരിണത ഫലം ആയിട്ട് ഇപ്പോൾ വലിയ വണ്ടുകളൊക്കെ ഒരുപാടുണ്ടായിരിക്കാം. പക്ഷെ ആ പുഷ്പങ്ങൾ വിടർന്ന് അത് ആരും നിശബ്ദവും നിസ്തുലവുമായ പ്രവർത്തനം, ഇതാണ് അതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് പ്രവർത്തനമുണ്ട്. അതിലേക്ക് ഞാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ചരിത്രം, ജീവചരിത്രങ്ങളാണ് എൻ്റെ മനസ്സ് ഇപ്പം എഴുതാൻ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ചരിത്രങ്ങൾ, അതിൽ കൂടെ സമൂഹത്തിൻ്റെ ചരിത്രവും, അത് നവോത്ഥാന ചരിത്രമാണ് വരുന്നത്. അതായത് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ തിരസ്കരിക്കപ്പെട്ടവർ, തിരസ്കരിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ തമസ്കരിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഭൗതിക നേട്ടങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദരിക്കേണ്ടവരെ ആദരിക്കുക, ആദരിക്കാൻ പാടില്ലാത്തവർ അവരവരുടേതായ രീതി പോട്ടെ. എങ്ങനെ ആദരിക്കപ്പെടണം എന്നുള്ളത് അവർക്ക് നല്ലോണം അറിയാം. എങ്ങനെയാണ് സമൂഹത്തിൽ ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനും. പക്ഷേ ഇവിടെ നമ്മളെ പുരസ്കാരങ്ങളോടൊപ്പം തിരസ്കാരങ്ങളും ഏറ്റുവാങ്ങി. എന്തിന്? അവർക്ക് വേണ്ടിയല്ല, അവരുടെ പ്രയത്നങ്ങളെ കൊണ്ട്, അവരുടെ ത്യാഗവും സമർപ്പണവും കൊണ്ടാണല്ലോ ഇന്ന് ഈ സമൂഹം ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അപ്പം അതുപോലെയുള്ള ആൾക്കാരുടെ വ്യക്തികളുടെ ചരിത്രം, അവരുടെ ശ്രമഫലമായുണ്ടായ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം, അത് കൂടെ ഒന്ന് ആലോചിച്ച് കടന്ന് പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഈ സന്യാസാശ്രമങ്ങൾ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ചരിത്രവും, അത് വളരെ ആർക്കും അറിയാതെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ നവോത്ഥാനത്തിൽ വഹിച്ച പങ്കിനെക്കുറിച്ച് നമുക്കിനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് പറയാമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.